ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ എന്തോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതർവൈസ് നമ്മളെന്തെങ്കിലും വ്ളോഗോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബെനഫിറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് ഒരു 4-ാം തീയതിയാണ് ഓൾറെഡി ഓർഡർ ചെയ്തത്. ആൻഡ് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നു. ഞാനൊരു കാര്യം പറയാം, എനിക്ക് മൈക്കില്ല, അതുകൊണ്ട് സോ മെനി ഡിസ്റ്റർബൻസ്, കുറേയധികം ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് പുറത്ത് കാക്ക എന്ത് തേങ്ങയ്ക്കാണെങ്കിൽ അത് കരയണമെന്ന് അറിയത്തില്ല. അതിൻ്റെ കിളികൾ എത്ര നേരെ ചീവിടുണ്ടായിരുന്നു, ഇപ്പം ചീവിടില്ല, പക്ഷെ വണ്ടികൾ ഒക്കെ കൂടി എന്നെ നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ മൈക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ശ്രമിക്കാം. അതർവൈസ് എന്നോട് ക്ഷമിക്കണം എന്ന് വേണേൽ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ കാക്ക എന്തിൻ്റെ ബേസിലാണ് കരയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ ഓർഡർ ചെയ്ത് 4-ാം തീയതിയാണ്. എനിക്ക് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ ഈ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ അന്നേരം തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് പൊട്ടിച്ചായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങളെന്തായാലും കണ്ടിട്ട് വരും. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. പ്രൊഡക്റ്റ് എന്താ പറയുക, ഓപ്പൺ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്ര എക്സൈറ്റഡ് ആയി പെട്ടെന്ന് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഉപയോഗിച്ചിട്ട് നമ്മൾ ടക്കുന്ന പ്രൊഡക്റ്റ് കിട്ടിയിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് ടക്കുന്ന റിവ്യൂ പറയണേക്കാട്ടും കുറച്ചും കൂടി നല്ലത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതല്ലേ കുറച്ചും കൂടി ബെനിഫിറ്റ്. അതാകുമ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊണ്ടാണ് ഇത്രയും ദിവസം, ഇന്നത്തേക്ക് ഏകദേശം 19-ാം തീയതിക്ക് ആയിട്ടുണ്ട്, ജൂലൈ. അപ്പോൾ ഇത്ര ദിവസം യൂസ് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇനി ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, പ്രൊഡക്റ്റിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പറയുമ്പോഴും പോലും എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇപ്പോൾ ഇനി വീഡിയോ എടുക്കണമെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ക്ഷമിക്കുക. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റേതായ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നോട് ക്ഷമിക്കുക. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നിൻ്റെയുമല്ല, നമ്മുടെ എം കഫേൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ലോഷൻസാണ്. 2 ബോഡി ലോഷൻസാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ മേടിച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമല്ലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടത്. അതായത് ഒരു ബോഡി ലോഷൻ മേടിക്കണം, എൻ്റെ ഓൾറെഡി കഴിഞ്ഞായിരുന്നു. മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ലോഷൻസ് എനിക്ക് എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ച് ഓർഡർ കൊടുത്ത് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എന്താ പറയുക, എന്തും കൊണ്ട് നല്ലൊരു ബെനിഫിറ്റായി ഞാൻ ഓർഡർ കൊടുത്തതെന്ന് ഞാൻ വിചാരിച്ചു. കാരണം വെച്ചാൽ ഇവർ മാർക്കറ്റിംഗ് റിവ്യൂവിൽ പറയുന്നത് നല്ലൊരു മോയ്സ്ചറിങ് എഫക്റ്റ് തന്നെ സ്കിന്നിനുണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ലക്ഷറിയസ് ഫ്രേഗ്രൻസ് തന്നെ ഉണ്ടാവും എന്ന് പറയും, നല്ലൊരു മണം ഉണ്ടാവും എന്ന് പറയും. ഇത് മണം എന്ന് പറയുന്നത് ഒരു പെർഫ്യൂം ബോഡി ലോഷൻ എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ്. ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് വെളിയിൽ പോവുകയാണെങ്കിൽ, ഈവൻ ജിമ്മിനടക്കം പോവുകയാണെങ്കിൽ യൂസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശർപ്പ് മണം നമ്മളെ ഒരുപാട് എഫക്റ്റ് ചെയ്യത്തില്ല. ഈ ഒരു ആ ഒരു നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യുമ്പോൾ വിശർപ്പുണ്ടാവുമല്ലോ, അതൊന്നും നമുക്ക് ഒരുപാട് അങ്ങനെ നിൽക്കില്ല. കാരണം ഞാൻ വർക്കൗട്ടിന് പോകണ തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് സ്മെല്ലോ കാര്യങ്ങളൊന്നും എന്നില്ല. നല്ലൊരു സ്പ്രേ അടിച്ച് പോകുന്നത് ഇപ്പോൾ ഒരു അത്ര അടിച്ച് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് ഈ അത്ര സ്പ്രേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും ഇഷ്ടമാണ്. എനിക്ക് അത്രയൊക്കെ അടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇതേതാ മണം അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല, നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. നമ്മളെവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഒരു 3rd പേഴ്സൺ 4 ആൾക്കാരുടെ മുന്നിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഉഷ്ണി നാറി പോണേക്കാട്ടും എത്രയോ ബെറ്ററാണ് നമ്മൾ പോകുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരാമെന്നുള്ളത് അല്ലേ. അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ബോഡി ലോഷൻ ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എം കഫേൻ്റെ ദെൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ബോഡി ലോഷൻസ് ആണ് കേട്ടോ. ഒരു പെർഫ്യൂം ബോഡി ലോഷൻസ് പറയുന്ന 100% പക്കയാണ്. ആ ഒരു മണം അവിടെ ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഈവൻ നമ്മൾ കിടക്കുവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സ്മെല്ല് കുറച്ച് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവൻ നമ്മൾ എന്തെങ്കിലും ഒക്കേഷനിൽ എവിടെയെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഷൻ നല്ല രീതിയിൽ നമുക്ക് ബോഡിയിൽ നിൽക്കുകയും ചെയ്യാൻ തേർഡ് പേഴ്സണ് അത് മനസ്സിലാവുകയും ചെയ്യും. നല്ലൊരു സ്മെല്ല് നമ്മുടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഉപയോഗിച്ച് പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെവിടെ നല്ല മണമുണ്ടല്ലോ, എന്ത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ, അപ്പോൾ നമ്മൾ പറയും ഇന്ന സംഭവമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ഇല്ല പറയില്ല എന്നൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ഇനി ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, ഞാൻ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വീണ്ടും പറയാണ്, നമ്മുടെ എം കഫേൻ്റെ ദ പെർഫ്യൂം ബോഡി ലോഷൻസ് ആണ് ഇത്. സ്വീറ്റ് എസ്കേ പെർഫ്യൂം ബോഡി ലോഷൻ വിത്ത് നയാസിനമൈഡ്, കൊക്കോ ബട്ടർ ആൻഡ് കഫീൻ, ലക്ഷറിയസ് ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രേഗ്രൻസ്. ഇത് 300 ml പ്രൊഡക്റ്റാണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പെർഫ്യൂം ബോഡി ലോഷൻസ് ആൻഡ് വിത്ത് നയാസിനമൈഡ്, കൊക്കോ ബട്ടർ, ലക്ഷറിയസ് അക്വ ഫ്ലോറൽ ഫ്രേഗ്രൻസ്, ഓൾ സ്കിൻ ടൈപ്പ് ആൻഡ് 300 ml പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ നോട്ട് ആമസോൺ, നോട്ട് ഫ്ലിപ്കാർട്ട്, ഓൺലി ത്രൂ വെബ്സൈറ്റിൽ ബൈ 1 get 1 മേടിച്ചാണ് കേട്ടോ. ബൈ 1 get 1 499 രൂപയ്ക്ക് ബൈ 1 get 1 മേടിച്ചാണ്. അത് അതിനോട് ഈ 2 ഉള്ളതുകൊണ്ട് നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളൊരു പരിപാടിയുണ്ടല്ലോ, ആ സ്വഭാവമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കാരണം എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ ഏത് കളയണം, ഏത് ഉപയോഗിക്കണം അങ്ങനെയൊന്നുമില്ല, രണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇത് എൻ്റെ ഫാമിലിയിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ട് മാറി. എൻ്റെ അമ്മ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ഞാനിത് ഉപയോഗിക്കും, അമ്മ ഇത് ഉപയോഗിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്, അതായത് ഈ ഒരു പ്രൊഡക്റ്റിന് ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു പാക്കേജിങ് ആണെന്ന് പറയും. ഇതിൻ്റെ ഒരു ക്ലിപ്പാണ്. ക്ലിപ്പെന്നായിരിക്കും മേ ബി ലൈക്ക് ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലിന് നല്ലൊരു ബെനഫിറ്റാണ്. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ മേശമേങ്ങനെ വെച്ച് പിള്ളേർ തട്ടി മറിച്ചിട്ട് താഴേക്ക് വീഴേ ഒന്നും പറ്റത്തില്ല. കണ്ട ആ ക്ലിപ്പ് അങ്ങനെ നിൽക്കും, ഒന്ന് താഴേക്ക് പോയൊരു പ്രൊഡക്റ്റ് താഴേക്ക് പോയോ ഒന്നുമില്ല. ഈവൻ ഇപ്പോൾ ഈ ക്ലിപ്പ് ഊരിക്കഴിഞ്ഞാൽ പോലും ഇതിന് ലോക്കുണ്ട്. ഇങ്ങോട്ട് തിരിച്ച ഓപ്പൺ, ഇങ്ങോട്ട് തിരിച്ച ലോക്ക്, ഇങ്ങോട്ട് തിരിച്ച ലോക്ക്, ഇങ്ങോട്ട് തിരിച്ച ഓപ്പൺ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ലോക്ക് ചെയ്താലും ഇവൻ ഇത് വീണാലും ഇത് ഒന്നും പറ്റില്ല. ഒടുക്കത്തെ വീഴ്ച വീണാൻ പറ്റും, പെട്ടെന്നുള്ള ഇൻസിഡൻറ്റിലൊന്നും പറ്റില്ല. അത് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ലോക്കും ഇത് വെച്ചിരിക്കുന്ന എല്ലാത്തിലും ഉണ്ടാവും. കാരണം അടപ്പ് തുറക്കുന്നുണ്ടാവും, ചില ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യുന്നതുണ്ടാവും, ക്ലോസ് ചെയ്യുന്നുണ്ടാവും. ചില സമയത്ത് അത് ഒന്ന് വർക്കായി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ തുറക്കുന്നത് എന്താ പറയുക, ബോട്ടിലിൻ്റെ ഭാഗം ഇങ്ങനെ ചിലത് ക്ലിപ്പ് പോലെ ആയിരിക്കില്ലേ, ആ ക്ലിപ്പ് പോലെ ആയിരിക്കുന്ന സമയത്ത് അതിങ്ങനെ എങ്ങാനും താഴെ വീണതായി പിന്നെ ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും, അടയ്ക്കൂല, നീക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷേ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് നല്ല ബെനിഫിറ്റായിട്ട് തോന്നി ഈ സംഭവം. ഞാൻ പൊതുവെ വേറെ ഇതിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇതെനിക്ക് തോന്നി. അതാണ് ഞാൻ പറയാനായിട്ട് പറയുന്നില്ല. വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിലുണ്ടാവും, ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനത്തിൻ്റെ എനിക്ക് കിട്ടിയൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ആ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയും ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഈ ക്ലിപ്പ് നമുക്ക് ഊരാം. ഇതിൻ്റെ ക്ലിപ്പ് ഇവിടെ ഇല്ല, അവിടെ പോയി എന്താ ഊരിയിട്ട് നമുക്ക് ഓപ്പൺ ഇങ്ങനെ തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന പ്രൊഡക്റ്റ് വരും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ലോക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ അബ്സോർബായിട്ട് പോവും. അതാണ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതും കുറച്ചും കൂടി നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ. കണ്ട വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നല്ല അബ്സോർബായിട്ട് പോയി. പക്ഷെ ഞാൻ പിന്നെ പറയട്ടെ, നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചില ക്രീംസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവാം, ഇപ്പോൾ മഴ പെയ്യുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് പോലെ അത് ക്രീമി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് പോണേയില്ല. ഇതിപ്പോൾ മഴ പെയ്താലും വെള്ളം വന്ന് പോയി, ഞാൻ വണ്ടി ഓടിക്കുന്ന ആനം കൊണ്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് കോട്ടിട്ടാലും നമ്മുടെ കയ്യിലേക്ക് വെള്ളം വരുമല്ലോ.
ചില കൂട്ടുകൾക്ക് ഇതുണ്ടാവും, ചില ഇതിലുണ്ടാവില്ല. എങ്കിൽ കൂടി കയ്യിലേക്ക് വെള്ളം വരുന്നാൽ പോലും നമുക്കതിങ്ങനെ ക്രീമി ആയിട്ട് പോകണതൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല. അത് ആ വെള്ളം ഇവിടെ നിന്നിട്ട് നമുക്ക് എന്നാലും നമ്മൾ തട്ടിക്കളഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ബോഡി ലോഷനാണ്, അടിപൊളിയാണ്. എനിക്കിനി വേറൊന്നും പറയാനില്ല. കാരണം ഇവർ പറയുന്ന പോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തന്നെ നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ പറ്റും. ആൻഡ് ഓൾസോ ഒരു നല്ലൊരു പെർഫ്യൂം ഫീൽ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ രണ്ടും കൂടി അടങ്ങിയ അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മൾ മേടിച്ചിട്ട് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ ഒരു റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തത്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളെൻ്റെ ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. ഓൾസോ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു, ഇതിൻ്റെ യൂസ്ഫുൾ കാണിച്ചു, ബെനിഫിറ്റ് പറഞ്ഞു. നല്ലൊരു ബോഡി ലോഷനാണ് കേട്ടോ. ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മേടിച്ചോ, നല്ല കാര്യമാണ്. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറയാനുള്ളത്, നമ്മൾ ഈ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത് മേടിച്ചവരുണ്ടാവാം, മേടിക്കാത്തവരുണ്ടാവും. ഈ വീഡിയോ കാണുന്നതിൽ ഉപയോഗിച്ചവരുണ്ടാവും, ഉപയോഗിക്കാത്തവരുണ്ടാവും. ഉപയോഗിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇറ്റ് ഷുഡ് ബി ബെറ്റർ. അവർക്ക് നോക്കി റിവ്യൂസ് നോക്കി അവർക്ക് എന്താ പറയുക, മേടിക്കാനാണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടി ബെനിഫിറ്റ് ആക്കി. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളായാലും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം ഇനിയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടു ബി കണ്ടിന്യൂ നെക്സ്റ്റ് വീഡിയോ. ബൈ.